ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ്റെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ 2018 നടത്തിയ നഴ്സറി ടീച്ചർ എക്സാമിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റാണ് 100ാമത്തെ ക്വസ്റ്റ്യനാണ് ആ ഒരു പേജ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കഴിയും കേട്ടോ. അപ്പം കുറച്ചെങ്കിലും നമ്മൾ സാധാരണ പഠിക്കുന്ന കുട്ടികൾക്കായാലും തുടക്കക്കാർക്കായാലും കുറച്ചൊക്കെ നേരത്തെ എക്സാം എഴുതിയിട്ടുള്ളവർക്കായാലും ഓർമ്മയിലൊക്കെ ചിലതെങ്കിലും നിന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൂടെ കുറേ കാര്യങ്ങൾ ഓർമ്മയിൽ കൂടി എത്തിക്കാൻ നമുക്ക് നോക്കാം. പണ്ട് പഠിച്ചതെല്ലാം നമ്മളുടെ ഓർമ്മയിലേക്ക് എത്തിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ക്വസ്റ്റ്യനുകളിലേക്ക് പോകാം. PTA ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായത് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് PTA-യെക്കുറിച്ച് MBTA-യെക്കുറിച്ചും ഒക്കെ കുറേ 2-3 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്ന് സെർച്ച് ചെയ്ത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. PTA MBTA ഒക്കെ അതിനെക്കുറിച്ചെല്ലാം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. PTA ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായത്: ഓപ്ഷൻ എ വാർഷിക മീറ്റിംഗ്, ബി പ്രതിമാസ മീറ്റിംഗ്, സി ദ്വിമാസ മീറ്റിംഗ്, ഡി 3 മാസത്തിൽ. വാർഷിക മീറ്റിംഗ്, പ്രതിമാസ മീറ്റിംഗ്, ദ്വിമാസ മീറ്റിംഗ്, 3 മാസത്തിൽ. PTA ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായത്. ഓക്കെ, ഓപ്ഷൻ ബി പ്രതിമാസ മീറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ: അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ട ദേശീയതല ഏജൻസി NCERT, ICCW, NCTE, CSWB. അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ട ദേശീയതല ഏജൻസി. ഓക്കെ, ഓപ്ഷൻ സി NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. പ്രീ സ്കൂളിൽ വരാൻ താല്പര്യമുണ്ടാകുവാൻ ഒരു അധ്യാപക ചെയ്യേണ്ടത്: ഓപ്ഷൻ എ ചർച്ച ചെയ്യണം, കഥ പറയണം, സൗഹൃദ സംഭാഷണം, ചോദ്യങ്ങൾ ചോദിക്കണം. കുട്ടികൾ വരാൻ കേട്ടോ, പ്രീ സ്കൂളിൽ കുട്ടികളെ ആകർഷിക്കാൻ ഒരു അധ്യാപിക ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന്. പ്രീ സ്കൂളിൽ വരാൻ താല്പര്യമുണ്ടാകാൻ ഒരു അധ്യാപിക ചെയ്യേണ്ടത്: ഓക്കെ, ചർച്ച ചെയ്താൽ മതിയോ, കഥ പറഞ്ഞാൽ മതിയോ, സൗഹൃദ സംഭാഷണം മതിയോ, ചോദ്യങ്ങൾ ചോദിക്കണം. ഓക്കെ, ഓപ്ഷൻ ബി കഥ പറയണം, കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. സൗഹൃദ സംഭാഷണം എന്ന് പറഞ്ഞാൽ വരുന്ന ദിവസം നമ്മൾ ആദ്യം ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ ദിവസങ്ങളും തുടക്കത്തിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് സൗഹൃദ സംഭാഷണങ്ങൾ. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കണം, അത് വേണ്ട. ചർച്ച ചെയ്യണം, അതും വേണ്ട. അപ്പോൾ ആ ബിയിലും സിയിലും ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഓക്കെ, കഥകൾ പറഞ്ഞു കൊടുക്കുക. ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ പ്ലേഗ്, ബി പോളിയോ, സി സ്കർവി, ഡി ബെർബറി. പ്ലേഗ്, പോളിയോ, സ്കർവി, ബെർബറി. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഓക്കെ, ഓപ്ഷൻ ഡി ബെർബറി. മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാവുന്ന പ്രായം. ഓപ്ഷൻ എ 4 വയസ്സ്, ബി 6 വയസ്സ്, സി 7 വയസ്സ്, ഡി 8 വയസ്സ്. ഓക്കെ, ഓപ്ഷൻ ഡി 8 വയസ്സ്. പ്രീ സ്കൂൾ കുട്ടികൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം ഏതാണ്? ഓപ്ഷൻ എ ഔപചാരികം, ബി അനൗപചാരികം, സി ആനുഷംഗികം, ഡി അംഗനവാടിയിലെ വിദ്യാഭ്യാസം. ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും. ഓപ്ഷൻ ബി അനൗപചാരികം, അതായത് കളികളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുന്ന രീതിയിലെ വിദ്യാഭ്യാസം. ഗസ്റ്റാൾട്ട് സൈദ്ധാന്തികൻ പരീക്ഷണം നടത്തിയത് ആരിലാണ്? ഓപ്ഷൻ എ ചിമ്പാൻസി, ബി നായയിൽ, സി പൂച്ചയിൽ, ഡി എലിയിൽ. അത് എല്ലാവർക്കും ഏകദേശം അറിയാമായിരിക്കുമല്ലോ. ഓപ്ഷൻ എ ചിമ്പാൻസിയിൽ. ഓക്കെ, ഗസ്റ്റാൾട്ട് സൈദ്ധാന്തികൻ പരീക്ഷണം നടത്തിയത് ചിമ്പാൻസിയിൽ. GBSKയുടെ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഒരെണ്ണം. റോൾ പ്ലേ, പരിഹാര ബോധന കേന്ദ്രങ്ങൾ, കൂട്ടപ്പാട്ട്, കായിക വിദ്യാഭ്യാസം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി കൂട്ടപ്പാട്ട്. ശിശുക്കളുടെ എല്ലുകൾ ദൃഢമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? ശിശുക്കളുടെ എല്ലുകൾ ദൃഢമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്: ഓപ്ഷൻ എ പീയൂഷ ഗ്രന്ഥി, ബി അഡ്രീനൽ ഗ്രന്ഥി, സി തൈറോയ്ഡ് ഗ്രന്ഥി, ഡി പാൻക്രിയാസ്. ശിശുക്കളുടെ എല്ലുകൾ ദൃഢമാകാൻ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ സി തൈറോയ്ഡ് ഗ്രന്ഥി. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100ാമത്തെ ക്വസ്റ്റ്യൻ: ശിശുവിന് പല്ല് മുളയ്ക്കുന്നത്. ഓപ്ഷൻ എ
3 മാസത്തിനും 6 മാസത്തിനും ഇടയിൽ. ഓപ്ഷൻ ബി 9 മാസത്തിനും 10 മാസത്തിനും ഇടയിൽ. ഓപ്ഷൻ സി 10 മാസത്തിനും 11 മാസത്തിനും ഇടയിൽ. ഓപ്ഷൻ ഡി 11 മാസത്തിനും 12 മാസത്തിനും ഇടയിൽ. ആൻസർ ഓപ്ഷൻ എ 3 മാസത്തിനും 6 മാസത്തിനും ഇടയിൽ. അപ്പം ഭൂരിഭാഗം എന്താ വെച്ചാൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് 3 മാസത്തിനും 6 മാസത്തിനും ഇടയിൽ എന്നുള്ളത്. എല്ലാവരിലും കൃത്യമായി ആ ഒരു കണക്ക് തന്നെ വരണമെന്നില്ല. എൻ്റെ കുഞ്ഞിന് ഇപ്പം ഒരു 8 മാസം 9 മാസത്തോളം ആകുന്നു, പക്ഷേ പല്ല് മുളച്ചിട്ടില്ല. അപ്പം എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ലായിരിക്കല്ലേ. ഒരു കോമണായ ഒരു കണക്കായിരിക്കും 3 മാസത്തിനും 6 മാസത്തിനും ഇടയിൽ എന്നുള്ളത്. ഓക്കെ, ഓർത്തിരിക്കുക, 3 മാസത്തിനും 6 മാസത്തിനും ഇടയിൽ. അപ്പോൾ ഇതോടെ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തെറ്റുപറ്റിയതും ഇതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ഡൗട്ടായിട്ടുള്ള ക്വസ്റ്റ്യനുകൾക്ക് കൃത്യമായിട്ടുള്ള ആൻസറുകൾ എല്ലാവരും എത്തിക്കുന്നുമുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അതുപോലെ ഞാൻ കാണുന്ന പോലെ തന്നെ മറ്റു കൂട്ടുകാരും ഇത് കാണാൻ ശ്രമിക്കുക, ചിന്തിക്കാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും 2024 എക്സാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ 2024 ലാസ്റ്റിലേക്ക് എക്സാം കാണുമെന്ന് ഞാനൊന്ന് അറിഞ്ഞായിരുന്നു. എന്നാ ഡേറ്റ് എന്തോ കൃത്യമായിട്ട് എനിക്ക് അറിവില്ല. അറിവാകുമ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ വർഷം ലാസ്റ്റ് കാണുമെന്നാണ് ചെറിയൊരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ഭാഗം, അത് ചിലപ്പം ഇനിയും ക്വസ്റ്റ്യൻ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ അല്ലാതെ പഠിച്ചതിന് ശേഷം അടുത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. അതേപോലെ പ്ലേലിസ്റ്റിൽ ഇട്ടേക്കുന്ന നേരത്തെ വീഡിയോസ് ഉണ്ട്, അതും എല്ലാവരും എടുത്ത് കാണുക. അപ്പം നമുക്ക് താമസിക്കാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.